പിന്തുണയുമായി രംഗത്തെത്തി. അന്ന് ബുധനാഴ്ച വൈകിട്ട് മുതൽ ഇവിടെ പ്രതിരോധവും പ്രതിഷേധവുമായിട്ട് ഇടതുപക്ഷ സംഘടനകളുടെ ദിവസമായിട്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി മെഡിക്കൽ കോളേജിലായിരുന്നു മെഡിക്കൽ കോളേജാണ് ഒരു തരത്തിലും ഭയപ്പെടണ്ട കേട്ടോ. അതിശക്തികൾ ഞാനവിടെ പ്രസംഗം പറഞ്ഞു പറഞ്ഞതല്ല. ഈ 57 ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ഓർഡിനൻസ് ഒരു മനുഷ്യരെയും പുതിയ ഒഴിപ്പിക്കരുത് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. 57 ഇപ്പോൾ ഉപയോഗിക്കാൻ പുറപ്പെട്ട ആരെങ്കിലും ഒഴിക്കുമോ? അത് അടുത്ത വർഷം കൂടി ഗവൺമെൻറ് മാറി മൂന്നാമത്തെ ദിവസമാണ് കടന്നാക്കാൻ അത് അനുവദിക്കാൻ പോകുന്നില്ല. ആരും നല്ല പ്രശ്നമില്ല. അതിന് പാർട്ടിയോ അതുപോലെ തന്നെ പ്രസ്ഥാനമൊന്നുമില്ല. ഒറ്റ ഒന്നേ ഉള്ളൂ, മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കയ്യും കാലം പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് എൻ്റെ കാറിന് കൈക്കും പറ്റി വസ്ത്രങ്ങളെ വലിച്ച് സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ച് എൻ്റെ രണ്ടാമത്തെ ആളുടെ എൻ്റെ അനിയനെ തള്ളിയിട്ട് അനിയൻ ആശുപത്രിയിലാണ് അപ്പോൾ നിങ്ങളൊരു തരത്തിലും ഭയപ്പാടില്ല. നമ്മളൊരു തരത്തിലും ഇവിടുന്ന് ഇറങ്ങാൻ അനുവദിക്കില്ല. ഉറപ്പാണ്. ജനങ്ങൾ പണ്ട് 1957 VMSന്റെ ഗവൺമെൻറ് വന്നപ്പോഴാണ് കുടി ഒഴിപ്പിക്കരുത് എന്നുള്ള ഓർഡിനൻസ് ഒന്ന് ഇറക്കിയത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ കേരളത്തിൽ ഒരാൾക്കും കുടി ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ മിച്ചഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി മനുഷ്യർക്ക് കൊടുക്കുക ചെയ്ത് നമ്മുടെ കുടിയെടുപ്പുകാർക്ക് കുടിയെടുപ്പ് അവകാശം കൊടുത്തു. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 4 ലക്ഷം ആളുകൾക്ക് പട്ടയം നൽകി. ഇനി നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളും കിട്ടുന്ന രീതിയിൽ ഇവിടെ സീനിയൊക്കെ എവിടെയുണ്ടല്ലോ, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട്